ഹലോ ഗേസ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് സെക്കൻഡ് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് റിയാദിൽ വെച്ച് ജൂലൈയിൽ നടക്കാനിരിക്കുന്നുണ്ട്. 600 കോടി രൂപയാണ് ഇതിന്റെ ടോട്ടൽ പ്രൈസ് പൂൾ വരുന്നത്. 24 ഇ സ്പോർട്സ് ടൈറ്റിൽ ഗെയിമുകളിലാണ് ഇതിൽ കോമ്പറ്റീഷൻ വരുന്നത്. നമ്മളെ BGMI എന്തായാലും അതിൽ ഉണ്ടാവില്ല, കാരണം BGMI ഇന്ത്യ ഓൺലി ഗെയിമാണ്, അത് ഗ്ലോബൽ ഇവന്റുകളിൽ ഉണ്ടാവില്ല. പിന്നെ PUBG മൊബൈൽ, ഫ്രീ ഫയർ തുടങ്ങിയുള്ള ഗെയിമുകളൊക്കെ ഇന്ത്യയിൽ ആൾറെഡി ബാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സ് അതിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ടും സാധിക്കില്ല. ചില ഗെയിംസുകളിൽ മാത്രമായിരിക്കും ഇന്ത്യൻ പ്ലേയേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. CS2 അതേപോലെ FC25, വാലറന്റ്, അങ്ങനെ ചെസ്സ് തുടങ്ങിയുള്ള ചെറിയ ചെറിയ ലെവലിലുള്ളതിലേക്കായിരിക്കും ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടാവുക. ബാക്കിയുള്ള ഗെയിമുകളിലൊന്നും ഇന്ത്യയിൽ ഇ സ്പോർട്സ് ലെവലിൽ ഒരു ഇവൻറ്റോ ഒന്നും നടക്കാറില്ല. അത്രയും ലെവലിൽ താഴ്ചയിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ഇ സ്പോർട്സ് നിൽക്കുന്നത് ബാക്കിയുള്ള ഗെയിംസുകൾ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് SA2 ഫോറിൻ പ്ലേയേഴ്സിനെ അവരുടെ ലൈനപ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഇന്ത്യൻ പ്ലേയേഴ്സും ഇന്ത്യൻ ഓർഗുകളും ഇത്തവണത്തെ ഇ സ്പോർട്സ് വേൾഡ് കപ്പിൽ ഉണ്ടാവുന്നുള്ളത്. അടുത്തൊരു ഇൻഫോ, ഇന്നലെ നടന്ന BGMI തേർഡ് പാർട്ടി ഇവന്റ് TMG ഗെയിമിംഗ് കണ്ടക്ട് ചെയ്ത കരീബിയൻ ക്ലാഷ് 6 ലക്ഷം രൂപ പ്രൈസ് പൂൾ എന്നതിൻ്റെ സെമി ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഭാരത് റൈഫിൾസ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മളെ കനഡയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ടീമാണ് 42 പോയിന്റോടെ -1 നിൽക്കുന്നത്. സെക്കൻഡ് നമ്മളെ സയറക്സിന്റെ ടീമായുള്ള ലിഖിത ഇ സ്പോർട്സ് നിൽക്കുന്നുണ്ട് 41 പോയിന്റോടെ. നമ്മൾ സയറക്സ് ഇപ്പോൾ മാച്ചുകൾ കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഗെയിം പ്ലേ നമ്മൾ ജൂനിയർ ഗെയിമിംഗ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ. തേർഡ് റാവൺ ഇ സ്പോർട്സ് നിൽക്കുന്നുണ്ട് 37 പോയിന്റായിട്ട്. ഫോർത്ത് സോൾ നിൽക്കുന്നുണ്ട് 32 പോയിന്റുമായിട്ട്. ഈ ഒരു സോളിന്റെ ലൈനപ്പിൽ ഒരു പുതിയ പ്ലെയർ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ XYZ പറഞ്ഞ പ്ലെയറാണ് അതിൽ കളിക്കുന്നത്. അത് ഏകദേശം റൂമേഴ്സ് ആയിട്ട് കേൾക്കുന്നത് ജോക്കർ, നമ്മുടെ സോളിലുണ്ടായിരുന്ന ആ ഒരു ജോക്കർ തന്നെയാണ് തിരിച്ചിപ്പോൾ ലൈനപ്പിൽ കളിക്കുന്ന. RNTX ആൾറെഡി ജോക്കറിന് ഒഫീഷ്യലി ഫെയർവെൽ നൽകി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോക്കർ തിരിച്ച് വീണ്ടും സോളിലേക്ക് വരികയാണോ, അതോ മാന്യ IGL ടീമിൽ ഇപ്പോൾ കറണ്ട്ലി ഇല്ല, IGL BGSന്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതിന് പകരം വെറുതെ ജോക്കറുടെ പേര് മാറ്റി കളിക്കുകയാണോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്കത് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ 6ാം സ്ഥാനത്ത് നമ്മൾ മല്ലൂർക്കയുള്ള മിത്തി സ്പോർട്സ് നിൽക്കുന്നുണ്ട് 26 പോയിന്റായിട്ട്. 11ാം സ്ഥാനത്ത് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് 23 പോയിന്റായിട്ട്. 13ാം സ്ഥാനത്ത് നമ്മൾ മേക്ക് കളിക്കുന്ന ജെനിസസ് സ്പോർട്സ് നിൽക്കുന്നുണ്ട് 23 പോയിന്റുമായിട്ട്. ഇപ്പോൾ ഡേ 2 മത്സരങ്ങൾ ഇന്ന് നിങ്ങൾക്ക് TMG ഗെയിമിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ഡെസ്ട്രോ SA2 PUBG മൊബൈലിലെ ലൈനപ്പിനെ കുറിച്ച് ലീക്ക് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം SA2 ആൾറെഡി 4-5 ഗെയിമുകളിലായിട്ട് ഈ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനിയും അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഗെയിമുകൾ ഉണ്ടാവുന്ന SA2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ PUBG മൊബൈലിലേക്കും അവർ ലൈനപ്പ് നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഡെസ്ട്രോ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല എടുത്തു പറഞ്ഞത് നമ്മളെ PUBG മൊബൈൽ ഗ്ലോബൽ ഓപ്പൺ ടൂർണമെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ടോപ്പിൽ നിൽക്കുന്ന 16 ടീമുകളിൽ ഒരു ടീമാണ് SA2 എടുക്കാൻ നോക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ റൂമേഴ്സായിട്ട് കേൾക്കുന്നതെന്നൊക്കെയാണ് ഡെസ്ട്രോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം SA2 ആ ഒരു PUBG മൊബൈൽ ലൈനപ്പ് എടുക്കുകയാണെങ്കിൽ ഏത് ലൈനപ്പ് ആയിരിക്കും അവർ ഈ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് എത്തുമെന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ് ബാറ്റിൽ റോയൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗെയിമിങ്ങിൻ്റെ ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ പവർ പ്ലേ ഫൈനൽസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 25 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് പൂൾ വരുന്നത്. നമ്മുടെ ബ്ലൈൻഡ് സ്പോർട്സ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഫൈനൽസിന്റെ ഡേ 1 അവസാനിച്ചപ്പോൾ സീറോ ഗ്രാവിറ്റിയാണ് ആ ഒരു കോൺസ്റ്റേബിൾ ടോപ്പിൽ നിൽക്കുന്നത് 104 പോയിന്റായിട്ട്. സെക്കൻഡ് ലിഖിത ഇ സ്പോർട്സ് നിൽക്കുന്നുണ്ട് 75 പോയിന്റായിട്ട്. 5ാം സ്ഥാനത്താണ് നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സ് നിൽക്കുന്നത് 59 പോയിന്റായിട്ട്. ഇനിയും ഒരു ദിവസമാണ് ഇതിന്റെ കോമ്പറ്റീഷൻ ഉള്ളത്. ടോപ്പ് 8 എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്റർനാഷണൽ ഇവന്റിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് ലാൻ ഇവന്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സ്പോർട്സ് ആ ഒരു ലാൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആവോ ഇല്ലേ നമുക്ക് എന്തായാലും ഇന്ന് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഒരു പെർഫോമൻസിൽ ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ അത് ബ്ലൈൻഡിൻ്റെ ഒരു കംബാക്ക് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാനായിട്ടും സാധിക്കുന്നതായിരിക്കും. ഇൻഡസ് ബാറ്റിൽ റോയൽ ടീം എത്രത്തോളം അടിപൊളിയായിട്ട് കളിക്കും നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മാച്ചുകൾ നിങ്ങൾക്ക് ഇൻഡസ് ബാറ്റിൽ റോയലിന്റെ ഒഫീഷ്യൽ ഇ സ്പോർട്സ് ചാനലിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ SA2 ആൾറെഡി എപെക്സ് ലെജൻഡ് ലൈനപ്പ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപെക്സ് ലെജൻഡ് ഗ്ലോബൽ സീരീസിന്റെ സ്പ്ലിറ്റ് 1 മത്സരങ്ങളുടെ ഡേ 1 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ SA2 വേറെ ഡോമിനേഷനും വേറെ ലെവൽ കംബാക്ക് പെർഫോമൻസുമാണ് നമുക്ക് ഇന്നലെ അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഫസ്റ്റ് 3 മാച്ചുകൾ വെറും 6 പോയിന്റ് എടുത്ത ടീം പിന്നീടുള്ള 3 മാച്ചുകളിൽ വേറെ കംബാക്കാണ് കാഴ്ചവെച്ചത്. അതിൽ ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ടോപ്പ് പെർഫോമൻസ്, ആ ഒരു വിന്നിംഗ് മൊമെന്റും അവർ സ്വന്തമാക്കി. 24 പോയിന്റ് ലാസ്റ്റ് മാച്ചിൽ സ്വന്തമാക്കി. അങ്ങനെ ഓവറോൾ സ്റ്റാൻഡിങ്സിൽ -3 ഇപ്പോൾ നിൽക്കുന്ന 62 പോയിന്റ്. ഗ്ലോബൽ ഇവന്റ് ആണ് ഇതിൽ. അതിൽ നമ്മൾ SA2 ആ ഒരു തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. കുറേ പേർക്ക് എപെക്സ് ലെജൻഡ് എന്താണെന്ന് പോലും അറിയില്ല. എന്നിട്ട് പോലും ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും സിദ്ധിൻ്റെ ഒക്കെ വാച്ച് പാർട്ടിയിൽ നല്ല രീതിയിലുള്ള വാച്ചിങ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇങ്ങനെ പല ഗെയിംസുകളും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഇ സ്പോർട്സിന് വളരാനും സാധിക്കും. കുറേ ഇ സ്പോർട്സ് അത്ലറ്റിന് പുതിയൊരു ഓപ്പർച്യൂണിറ്റി പല ഗെയിമുകളിലായിട്ട് കിട്ടുന്നതായിരിക്കും.
അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെക്ടറിന്റെ ആ ഒരു ലൈനപ്പ്, അതായത് നമ്മൾ സൈറക്സ് കളിക്കുന്ന ലിഖിത ഇ സ്പോർട്സ് പുതിയൊരു ഓർഗിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ ഓർഗ് എന്ന് പറഞ്ഞാൽ ലിഖിതയുടെ തന്നെ പാർട്ണറിങ് ഓർഗായുള്ള വസിഷ്ഠ ഇ സ്പോർട്സിലേക്ക് അവർ മാറുമെന്നാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. വസിഷ്ഠയും ലിഖിതയും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഓർഗ് തന്നെയാണ്, ഏകദേശം ഒരു ഇതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ലിഖിത ഇ സ്പോർട്സ് ഈ ഒരു BGS വേണ്ടി മാത്രം വന്നതാണ്, അവർ ഇനി ഉണ്ടാവില്ല. ആ ഒരു ലിഖിതയുടെ ആ ഒരു ഹെക്ടറിന്റെ ആ ലൈനപ്പ് വസിഷ്ഠയിലേക്ക് പോകും, വസിഷ്ഠയിലുള്ള ഇപ്പോഴത്തെ ലൈനപ്പിനെ ഒഴിവാക്കുന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ചിലപ്പോൾ ലിഖിതയ്ക്ക് പകരം വസിഷ്ഠ ഇ സ്പോർട്സ് എന്ന പേരിലായിരിക്കും ഹെക്ടറും സൈറക്സ് ഒക്കെ കളിക്കാൻ പോകുന്നത്. അതെന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ എപ്പോഴും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.